നമുക്കിന്ന് ആഗോലി മീനാണ്. ആഗോലി മീൻ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താ പറയുക? ആവോലി അല്ലേ? അപ്പോൾ ഇതുകൊണ്ടൊന്നൊരു കറി ഉണ്ടാക്കണം, വറുക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാനല്ലേ ഒരു കറി ഉണ്ടാവുമല്ലോ അല്ലേ? എളുപ്പമാണല്ലോ. രണ്ട് സൈഡും അതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് അതിൻ്റെ തോലും കൂടി ചീകിയിട്ടാൽ മതി. തലയുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നുള്ളി എടുത്താൽ അതിൻ്റെ തോലും ഇങ്ങോട്ട് താഴേക്ക് വാലിൻ്റെ അടക്കി വരും. അപ്പോൾ അത് നമുക്കൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ആക്കിയാൽ മതി. ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെ നന്നാക്കിയിട്ട് നമുക്ക് കറി വെക്കണത് നോക്കാം. ഇപ്പോൾ രാവിലത്തെ ചായ കഴിഞ്ഞു, ഇഡ്ഡലി സാമ്പാറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, ലേട്ടായി പോയി. എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ചോറടുപ്പത്ത് വേവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആവോലി മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറി വയ്ക്കാം. പിന്നെ കുറച്ച് വറുക്കും വേണം, കുറച്ച് കറി വയ്ക്കും വേണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് ഇതാ സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുടംപുളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തേങ്ങ, പിന്നെ നമ്മുടെ മീൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചട്ടി വെച്ചു. എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 5-6 മണി ഉലുവ, പിന്നെ പെരുംജീരകം ഇതുകൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ കുറച്ച് കൂടിപ്പോയോ. ഉലുവയും പെരുംജീരകവും പൊട്ടിയിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. സവോള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വഴറ്റി പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ചോളം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇവിടെയൊക്കെ പെയിൻറ്റ് ഇളകി പോകുന്നിറക്കാം കേട്ടോ. ഇതേ ചുമരുമ്മ അടിച്ചിട്ടേ, അപ്പോൾ അത് പെയിൻ്റൊക്കെ ഈ ആവിയായിട്ടാണ് തോന്നണോ, ചൂടായിട്ടേ അതൊക്കെ ഇളകി പോകണം. പിന്നെ അവിടെ എന്തെങ്കിലും ഒട്ടിക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ടാക്കണേ. ലോങ് വീഡിയോ ഒക്കെ ഇട്ടാലാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഒന്ന് ഉടയട്ടെ. അത് വരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായി വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വേവട്ടെ, തക്കാളി സവോളയെല്ലാം. ഈ സമയം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, പെരുംജീരകം, പിന്നെ ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തക്കാളി ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉടച്ചിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഒഴിച്ചു കൊടുക്കാം. കുടംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്താ വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പുളി കുറവാണെങ്കിൽ 2 കുടംപുളി കഷ്ണം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടെ അതിലേക്ക് ഒഴിക്കാം. തേങ്ങ ക്ലിയർ ഉണ്ടോ? തേങ്ങ, പെരുംജീരകം, ചെറിയുള്ളി ഇത്രയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം. മീനിട്ട് കൊടുക്കണ്ട കേട്ടോ. മീനിട്ട് കൊടുത്തു. പിന്നെ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വേവട്ടെ. പുളിയും തേങ്ങയും മീനും
ചിലപ്പോൾ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പുളി കുറവാകും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അറിയോ, ഈ കുടംപുളിയുടെ 2 കഷ്ണം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണ്ടേ. ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കുറവായിരുന്നു, ഉപ്പും പുളിയും കുറവായിരുന്നു. അപ്പോൾ ഞാൻ 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ചിട്ട് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മീൻ വറുക്കാനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ മീൻ വറുക്കാൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവില്ല, അതുകൊണ്ട് കുറച്ച് കൂടുതലിടണം. മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇതിലും കുടംപുളിയുടെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇടാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. നല്ല മഴ ഗൈസ്, കണ്ടോ, നല്ല മഴയും പെയ്യുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ ഇരുണ്ട് മൂടിയ കാലാവസ്ഥയും മഴയും ഉണ്ടോ. മുറ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്കതൊന്ന് വറവിടാം. അപ്പോൾ കറി വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് വഴറ്റി ചുവന്ന കളറാവുന്ന വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ പണി. ഓക്കെ. അപ്പോൾ കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ച് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഉലുവ ഞാൻ ആദ്യം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇല എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതും ഇട്ടിട്ടില്ല. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ കുറച്ച് നേരം. ഞാൻ അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മീൻ വറുക്കും കൂടെ ചെയ്യാം. വറുക്കാനുള്ള എണ്ണ ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് 2 പുറത്ത് കുറഞ്ഞ തീയിൽ അങ്ങനെ വേവിച്ചിട്ട് കഴിക്കുക. അങ്ങനെ എണ്ണയിൽ വറുത്ത് എടുക്കുന്ന പരിപാടിയില്ല. മസാല കുറച്ച് കൂട്ടിത്തേക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആ ടേസ്റ്റിൽ എണ്ണയുടെ കുറവ് അങ്ങനെ അറിയില്ല. നമുക്ക് ആ മസാലയുടെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ എന്താണോ, കൂടുതൽ എണ്ണ വേണ്ട. കൂടുതൽ എണ്ണ നമ്മൾ ഈ വെളിച്ചെണ്ണയല്ലേ, പിന്നെ നല്ല വിലയാണ്. പിന്നെ ഞങ്ങളങ്ങനെ എണ്ണയിൽ അങ്ങനെ വറുത്തിട്ട് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി എടുത്തിട്ട് കഴിക്കില്ല, അങ്ങനെയില്ല. ഈ എണ്ണ ഒഴിക്കുള്ളൂ. ഇനി ഇതിൽ കിടന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചിട്ട് അങ്ങനെ കഴിക്കും. മീൻകറി ഇവിടെ റെഡി. പക്ഷെ ഞാൻ മീൻകറി ഇപ്പം എടുക്കണില്ല കേട്ടോ, വൈകിട്ട് എടുക്കുള്ളൂ. എനിക്ക് സാമ്പാർ ഇന്നത്തെ, അപ്പം ഞാനത് ഇന്നത്തെ സാമ്പാർ കൂട്ടി കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പം മീനും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു സ്പെഷ്യലും കൂടിയുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ താത്ത തന്നതാണ്, അയൽവാസി താത്ത. താളും പിന്നെ കപ്പയും കൂടെ, താളും പൂളയും പറയില്ലേ അത്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. പിന്നെ നമ്മുടെ ചോറുണ്ട്, സാമ്പാറുണ്ട്. അപ്പം നമുക്ക് വിളമ്പെടുക്കാം അല്ലേ. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡിയാണ്. മുളക്, സവോള, സാമ്പാർ, മീൻ വറുത്തത് ഒരു കഷ്ണം, പിന്നെ താളും കപ്പയും കൂടി ഉണ്ടാക്കിയത്. അപ്പം ഇനി നമുക്ക് കഴിക്കാം. ഇന്നത്തെ ഊണ് കഴിക്കാം. കഴിക്കാം. നമ്മുടെ ഇന്നലത്തെ സാമ്പാറും കണ്ടോ, വെണ്ടയ്ക്ക ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചാലോ. അപ്പം ഞാൻ ആദ്യം തന്നെ കൂട്ടി കഴിക്കണം. എന്താ അറിയോ, എന്താണെന്ന് പറയാൻ പറ്റുമോ? താത്താൻ്റെ കറി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പം മീൻ വറുത്തത്, ചോള,
മുളക് മുളകില്ലാത്ത കളിയില്ല. മുളക് വേണം എനിക്ക്. അച്ചാറുണ്ടായാലും മതി. അച്ചാർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉച്ചയാകുമ്പോഴത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാലാവസ്ഥ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ. സബും കൂടി ചെയ്യണേ. സബ് ചെയ്ത് ഒരു 3 ഷോർട്സ് നിങ്ങൾ കാണും കൂടി വേണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ സബ് ചെയ്തതിന് നമുക്ക് കാര്യമുള്ള സ്പാമായി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാണ്ട് സബ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണേ. ഓക്കെ ബൈ. താങ്ക് യു.